നന്ദനയുടെ അനിയത്തിയാണോ? അതിന് മാറ്റമില്ലല്ലോ. അപ്പൊ ചേട്ടത്തിക്ക് ഒരു ഉത്തരവാദിത്വമുണ്ട്. ദാണ്ടേ പലതവണ ഞാൻ പനയ്ക്ക് പോയി വിഷയം അവതരിപ്പിച്ചിട്ടുണ്ട്. സുമിത്ര കൈമലത്തി കാണിക്കും. അതുകൊണ്ട് നന്ദന വേണം ഒരു തീരുമാനമെടുക്കാൻ. സാറ് നന്ദനയെ കൊണ്ട് തീരുമാനം എടുപ്പിക്കണം. ദാണ്ടേ രക്ഷിക്കണം സാറേ, രക്ഷിക്കണം. നശിപ്പിച്ചു. സുമിത്ര പാപ്പരായിരിക്കുക. നന്ദന അങ്ങനല്ലല്ലോ. സാറ് നന്ദനയോട് പറഞ്ഞ് അനിയത്തിയുടെ ജീവിതം രക്ഷിക്കണം. സ്ത്രീധനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ബുദ്ധിമുട്ടാണ്. നിങ്ങളുടെ മകൻ നല്ലൊരു കാർപ്പൻ്റർ ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതെ, 1.5 തച്ചിന്റെ പണി ചെയ്യും രാജേഷ്. അയാൾ ഇതുവരെ നല്ലയുടെ ഷെയറോ സ്ത്രീധനോ ആവശ്യപ്പെട്ട് നന്ദനയുടെ വീട്ടിൽ ചെന്നിട്ടില്ല. അയാളുടെ അമ്മയെ ബുദ്ധിമുട്ടിച്ചിട്ടില്ല, നന്ദനോടും സംസാരിച്ചിട്ടില്ല. രാജേഷ് ഡീസന്റാ സാറേ. അപ്പൊ ഇൻഡീസന്റ് ആരാ? ആക്ച്വലി അല്ലയുടെ കാര്യത്തിൽ നന്ദനയ്ക്ക് ഉത്തരവാദിത്തമുണ്ട് എന്ന് കരുതി വിലപേശി നേടിയെടുക്കുക എന്നുള്ള കൗശലം അതിവിടെ വിലപ്പോവില്ല. താങ്കൾ വന്ന സ്ഥലം മാറിപ്പോയി, സംസാരിച്ച ആളും മാറിപ്പോയി. എന്നാ പിന്നെ എന്നെ ഓവർടേക്ക് നന്ദനെ കാണാമെന്നായിരിക്കും ഇപ്പൊ ആലോചിക്കുന്നു. ഫലമുണ്ടാവില്ല. കാരണം പ്രധാന വിഷയങ്ങളിൽ പരസ്പരം ആലോചിച്ചാ ഞങ്ങൾ തീരുമാനങ്ങൾ എടുക്കുന്നത്. നന്ദനെ കാണണമെന്നുണ്ടെങ്കിൽ വെയിറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഊണഴിച്ചിട്ട് പോവാം. ഇഷ്ടം പോലെ. അല്ല സാറേ, അല്ല ഒന്ന് പറഞ്ഞേട്ടെ. ഡോക്ടറെ കാണാൻ സുപ്രിയയുടെ കൂടെ തനിക്കും പോയായിരുന്നു. അതിന് മോൾ എന്നെ വിളിച്ച് പറഞ്ഞിട്ട് വേണ്ടേ? അവള് തീരുമാനിച്ചു, അവള് തനിച്ചു പോയി. ഡോക്ടർ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ നേരത്തെ എന്നെ വിളിച്ച് വിവരം പറയുന്നേ. ഡോക്ടറെ വീട്ടിലാണോ പോയത്? എന്നാ പറഞ്ഞത്. രവി, സുപ്രിയെ കാണിച്ചത് അധികപ്പറ്റാ. പറയാതിരിക്കാൻ വയ്യ. സ്മാർട്ട് ആവാം, ഓവർ സ്മാർട്ട് ആവരുത്. അതെനിക്കിഷ്ടമല്ല. അല്ല, ജലജിതൊക്കെ എന്തിനാ എന്നോട് പറയുന്നത്? മോള് വരുമ്പോ നേരിട്ടങ്ങ് പറയാൻ പാടില്ലേ? ഞാൻ പറയും, ഇനി കാണട്ടെ. ഇമ്മീഡിയറ്റ് ആയിട്ട് അവൾ ഡോക്ടറെ കണ്ട എന്തിനാണെന്ന് പറഞ്ഞില്ലേ? ഞാൻ ചോദിച്ചപ്പോൾ അതിനുള്ള മറുപടിയല്ല ഇങ്ങോട്ട് തരുന്നത്. പൈസയുടെ കാര്യം പറയുന്നു. അതിനാണ് വിളിച്ചതെന്ന് തോന്നുന്നു. എന്തായാലും വൈകുന്നേരം ആവട്ടെ, നമുക്ക് പ്രിയ ഒന്ന് പോയി കാണണം. എന്താ ശരിക്കുള്ള സംഗതി എന്നൊന്ന് അറിയണം. ചെല്ല്. എന്താ സൂക്ഷിച്ചൊരു നോട്ടം? ഇവിടെ ഒരു വഴക്ക് കഴിഞ്ഞിട്ടിരിക്കുന്ന ലക്ഷണമുണ്ടല്ലോ. എന്താ അച്ഛാ? വഴക്ക് കഴിഞ്ഞിട്ടില്ല, തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ. തുടങ്ങാൻ പോകുന്നേ ഉള്ളോ? എന്താ അമ്മ ഇതൊക്കെ? ഇത്രയും അധിക പ്രസംഗം പാടില്ല പ്രിയെ. ഞാനിപ്പോ ഇങ്ങോട്ട് വന്നതാണ് കുഴപ്പം. എന്നാ ഞാൻ പോയേക്കാം. ഓർത്തല്ല. നീ എന്താ അനാഥയാണോ? ഞങ്ങൾ എന്തിനാ അച്ഛനമ്മയാണെന്ന് പറഞ്ഞിരിക്കുന്നത്? ആരോട് ചോദിച്ചിട്ടാ നീ ഡോക്ടറെ കാണാൻ പോയത്? ഓ, അതാണോ വിഷയം? എന്താ അത് വിഷയല്ലേ? ഡോക്ടർ ഇന്ദിര അഗർവാൾ അല്ലേ നിന്നെ ഇത്ര കാലം നോക്കിയിരുന്നത്? നമ്മുടെ ഫാമിലിയിലെ എല്ലാ വിഷയങ്ങളും ആ ഡോക്ടർക്കല്ലേ അറിയാവുന്നത്. അവരെ ഫോണിൽ നിന്ന് വിളിച്ചിട്ട് അഡ്രസ് ചോദിക്കായിരുന്നില്ലേ നിനക്ക്? എന്നിട്ട് നാട്ടിലെ മറ്റേ ഡോക്ടറെ കാണാനില്ലേ? അതിലെന്നെ ശരി. അപ്പൊ ഇങ്ങനെ തന്നെ ഇഷ്ടം കാണിക്കാൻ പറ്റുമോ? താനാ ഇവളുടെ ഓരോ എഴുത്തിടന്നും കൂട്ടു നിൽക്കുന്നത്. അല്ലാതെ അച്ഛനല്ല മോളെ കൊഞ്ചിച്ച് വഷളാക്കിയത്. ഞാൻ കൊഞ്ചിക്കേണ്ട സമയത്ത് കൊഞ്ചിച്ചിട്ടുണ്ട്, അത് ആവശ്യമായിരുന്നു. പക്ഷെ പ്രിയ വളർന്ന് വലുതായപ്പോ എന്താ ഉണ്ടായത്? ഞാൻ ദുബായിലായിരുന്നു, അമ്മയും മോളോട് നാട്ടിലേക്ക് പോന്നു. എന്നിട്ട് ഒരു ദിവസം എനിക്കൂടി സംസാരിക്കാൻ ഒരു ചാൻസ് തരുമോ? ഞാനൊരു ഡോക്ടറെ കാണാൻ പോയതാണോ പ്രശ്നം? അതോ കുറച്ച് പൈസ ഞാൻ അമ്മയോട് ചോദിച്ചതിന്റെ ആഫ്റ്റർ എഫക്റ്റ് ആണോ ഇവിടെ കേട്ടത്? ആണോ അമ്മേ? ഇനി അതുകൂടെ പറ. ഏത് ഡോക്ടറെ കണ്ടത്? ഡോക്ടർ സന്ധ്യ, വളരെ പേര് കേട്ട ഗൈനക്കോളജിസ്റ്റ് ആണ്. ഇത്രയും ദൂരെയുള്ള ഡോക്ടർ എന്തിനു പോയി കണ്ടു? പിന്നെ എന്ത് ചെയ്യണമെന്ന് പറ. അടുത്തുള്ള ഏതെങ്കിലും ഡോക്ടറെ കണ്ട് നാട്ടുകാരെ മുഴുവൻ അറിയിക്കണമായിരുന്നോ? ഇത്രയും കോമൺ സെൻസ് ഇല്ലേ അമ്മയ്ക്ക്? ഇത് സിറ്റി അല്ല, നാട്ടുമ്പുറമാണ്. ഒന്ന് ഉറക്കെ ചിരിച്ച അപ്പൊ
അപ്പുറത്ത് നിന്ന് എത്തി നോക്കും എന്താ കാര്യമെന്ന്. അതോ ഇനി എല്ലാരും അറിഞ്ഞോട്ടെ എന്നാണോ? ശരി ശരി, പ്രിയ എന്തിനാ ഡോക്ടറെ കണ്ടെന്ന് പറ. പ്രോബ്ലം ഒന്നും ഉണ്ടായിട്ടല്ല. ഒരു ചെക്കപ്പ് വേണമെങ്കിൽ ആവാൻ തോന്നി. കുറെ നാളായില്ലേ ഡോക്ടറെ കണ്ടിട്ട്. എന്നിട്ട് അവരെന്ത് പറഞ്ഞു? തൽക്കാലം കുഴപ്പമൊന്നുമില്ല. എന്റെ കേസ് ഹിസ്റ്ററി ഡോക്ടർക്കൊന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കണം. പിന്നെ ചില ടെസ്റ്റുകളും വേണ്ടിവരും. എന്തെങ്കിലും പ്രശ്നം ഫീൽ ചെയ്യുന്നുണ്ടോ നിനക്ക്? തുറന്ന് പറ മോളെ. അമ്മേ ദേവി. സതിയമ്മ ഒന്നും തോന്നുന്നു. കയറി വാ സതിയമ്മേ. എന്തായാലും അമ്പലത്തിൽ വരെ പോയതല്ലേ, ഉച്ചപൂജ കഴിഞ്ഞ് നടയടച്ചിട്ട് പോരാന്ന് കരുതി. മോള് അല്ലേ? നിനക്ക് മനസ്സിലായോ ആരാന്ന്? സതിയന്റെ അല്ലേ? അയ്യോ, എങ്ങനെ അറിയാന്നേ? അമ്മ വിളിച്ച് പറഞ്ഞിരുന്നു. ആ, അമ്മയെക്കാളും അച്ഛന്റെ മുഖച്ഛായ സുപ്രിയക്ക്. ആ, മുഖച്ചായേ ഉള്ളൂ, പക്ഷെ സ്വഭാവം മുഴുവൻ അമ്മയുടേതാ. എഴുത്തിയാട്ടതേ ശകലം കൂടുതലാ. ജലജയ്ക്ക് എടുത്തിയാട്ടം ഉണ്ടെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. 2 ദിവസത്തെ പരിചയമേ ഉള്ളൂ. കുറച്ച് കഴിയുമ്പോ സതിയമ്മയുടെ അഭിപ്രായം മാറിക്കോളും. സതിയമ്മ കണ്ടോ, ഞാൻ എന്തെങ്കിലും പറഞ്ഞോ? അച്ഛനും മോളും കൂടി എന്റെ നേരെ തിരിഞ്ഞിരിക്കുന്നു. ഇതിവിടുത്തെ സ്ഥിരം പരിപാടിയാ. സാരില്ല, ഞാനുണ്ട് ജലജയുടെ സൈഡ് പിടിക്കാൻ. അത് ശരി. എന്നാലേ ആഹാരം എടുത്തു വെച്ചാ കഴിക്കായിരുന്നു. ആ, നിങ്ങൾ കഴിച്ചോളൂ, ഞാൻ പോവാ. അയ്യോ, എങ്ങോട്ട്? ഉച്ച സമയത്ത് വന്നിട്ട് ഊണ് കഴിക്കാതെ പോവാനോ? അത് ശരിയല്ല മോളെ. അത്തരം മര്യാദകളൊന്നും ഇവൾക്ക് പറഞ്ഞിട്ടില്ല സതിയമ്മേ. മോളുടെ ഭർത്താവ് വീട്ടിലുണ്ടോ? ഇല്ല. എന്നാ പിന്നെ ഇവിടുന്ന് ഊണ് കഴിച്ചിട്ട് പോവാ, അത് മതി. ഓക്കെ. ഒരു 5 മിനിറ്റ് പപ്പടം പൊള്ളിക്കണം. ഇതേ ചോറിന്റെ കൂടെ കഴിക്കാനാ. ഒരെണ്ണം എടുത്തുപോയി, ക്ഷമിച്ചുകളാ. ഇതാ സതിയമ്മ ഇവളുടെ സ്വഭാവം. തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ എന്നെ കൊണ്ട് വായേൽപ്പിച്ചുകൊണ്ടിരിക്കും. എന്തിനും തൊടാനും പിടിക്കാനും പോകുന്നത്? അതുകൊണ്ടല്ലേ? പിള്ളേരങ്ങനല്ലേ ജലജേ? പിള്ളേരോ? വയസ്സത്രയായെന്ന വിചാരം? മക്കൾ എത്ര പ്രായമായാലും നമ്മൾ അമ്മമാർക്ക് അവര് പിള്ളേരല്ലേ? അങ്ങനെ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കണ്ട ആന്റി. സമയം കിട്ടുമ്പോഴേ ഈ ആന്റിയുടെ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നതേ മിസ്സസ് ജലജ രവികുമാറിന് നന്നായിരിക്കും. ചേച്ചിയുടെ അനുഭവം വെച്ച് നോക്കിയ ക്ലാസ് തരേണ്ടത് നിനക്കാ. നിന്നെ പോലൊരു മോളെ ലാളിച്ചു വളർത്തിയതാ. എന്നിട്ടിപ്പോ എന്തായി? അവൾക്ക് അമ്മ വേണ്ട. ഞാനൊരു സജഷൻ പറയട്ടെ. അതെന്താണാവോ? ഞാൻ ആന്റിയെ വീട്ടിലേക്ക് കൊണ്ടുപോയിക്കോട്ടെ? ഏ, അതെന്തിനാണാവോ? എനിക്ക് ഈ ആന്റിയെ ഇഷ്ടപ്പെട്ടു. അതൊരു അതിശയമാണല്ലോ. നിനക്ക് അങ്ങനെ ആരും ഇഷ്ടപ്പെടുന്ന പതിവില്ലല്ലോ. അമ്മയുടെ ഫേവറേറ്റ് ഒരു ഫിലിം ആക്ട്രസ് ഇല്ലേ, മരിച്ചുപോയി ശ്രീവിദ്യ, അവരുടെ ഒരു മുഖച്ഛായ ഉണ്ട് ഈ ആന്റിക്ക്. കണ്ടപ്പോഴേ ഞാനതാ ഓർത്തത്. ആന്റി എന്റെ ഒപ്പം വന്നോട്ടെ. മോളെ, വീട്ടിൽ എനിക്കൊരു കൂട്ടില്ല ആന്റി. ഒറ്റയ്ക്ക് ബോറടിച്ച് ചാവും. ഹരിയാണെങ്കിൽ ആഴ്ചയിൽ ഒരിക്കൽ വന്നാലായി. എന്നാലും അമ്മ ഓക്കെ പറഞ്ഞ ആന്റി വരും. ഓക്കെ അല്ലെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. ഓക്കെ, അപ്പൊ അത് ഫിക്സ്. എന്ത് കാര്യാ ഫിക്സ് ചെയ്തത്? സതിയമ്മ ഇവള് കൂടെ കൊണ്ടുപോവാണെന്ന്. അത് പക്ഷേ അച്ഛന്റെ വക ഒബ്ജക്ഷൻ വേണ്ട. ഞങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞു. ഊണ് കഴിഞ്ഞാലുടൻ ആന്റി റെഡി ആയിക്കോളൂ. എനിക്ക് റെഡിയാവാൻ ഒന്നുമില്ല മോളെ. ബാഗ് എടുക്കണം, അത്ര തന്നെ. എന്നാലും ഞാൻ പോണോ ജലജെ? മോളുടെ ഭർത്താവിനോട് അനുവാദം ചോദിക്കാതെ? അത് എനിക്ക് വിട്.
ഇനി ഈ കാര്യത്തിൽ നോ ഡിസ്കഷൻ. ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. ഇപ്പൊ ഡോക്ടറെ കാണേണ്ട ഒരാവശ്യമില്ലായിരുന്നു. ആരുടെയെങ്കിലും വാക്ക് കേട്ട് ഒരു കാര്യത്തിന് ഇറങ്ങി പുറപ്പെടരുതെന്ന് ഇതോടെ മനസ്സിലായി. ഇനി ഞാൻ തനിച്ച് എങ്ങോട്ടും ഇല്ലാട്ടോ. ഞാൻ കൂടി വന്നിരുന്നെങ്കിൽ പ്രത്യേകിച്ച് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാവുമായിരുന്നു. പ്രയോജനം മാത്രം നോക്കി ഒരു കാര്യം ചെയ്യരുതെന്ന് ഇടയ്ക്കിടെ ഓർമ്മിപ്പിക്കുന്ന ആരാ? ഗോളടിക്കാനൊരു അവസരം കിട്ടിയപ്പോൾ ആ ചാൻസ് നന്നായി ഉപയോഗിക്കുന്നുണ്ട്. ഗോൾ അടിച്ചതൊന്നുമല്ല. വാസ്തവത്തിൽ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് ഞാൻ പറയാം. ഉടനെ കുഞ്ഞുണ്ടാവാനിടയില്ലെന്ന് ഡോക്ടർ സന്ധ്യ പറഞ്ഞതിന്റെ പേരിൽ തനിക്കും എനിക്കും നിരാശയുണ്ട്. അതൊരു യാഥാർത്ഥ്യമാണ്. ആ നിരാശ മറച്ചു വയ്ക്കാൻ നമ്മൾ രണ്ടുപേരും ശ്രമിക്കുന്നു. അതല്ലേ സത്യം? ഒരു ഡോക്ടർ എന്ന നിലയ്ക്ക് സന്ധ്യയിൽ തനിക്ക് വിശ്വാസമില്ലാന്നുണ്ടോ? എന്തിനു വിശ്വസിക്കാതിരിക്കണം? അവര് നല്ല ഡോക്ടറാ. പക്ഷെ ഡോക്ടർ നല്ലതായത് കൊണ്ട് മാത്രം ഫലമില്ലല്ലോ. ഒന്നിനെക്കുറിച്ചും ഒരുപാട് പ്രതീക്ഷകൾ വെച്ച് പുലർത്താൻ പാടില്ല. അതിന്റെ അനുഭവമാണ്. കൂടുതൽ ആഗ്രഹിക്കും തോറും നിരാശയുടെ ആഴം കൂടും. സജീവിന്റെ അമ്മയുടെയും പ്രതിഭയുടെയും വാക്കുകൾ ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ടോ? സതിയാന്റി അവരുടെ വിഷമം കൊണ്ട് എന്തൊക്കെയോ പറഞ്ഞു. പ്രതിഭമായി പണ്ടേ ഇങ്ങനെയാ. എത്രയോ തവണ എന്നെ ശപിച്ചിരിക്കുന്നു. പിന്നെ കാർത്തികേച്ചി, അവരുടെ രോഗം എന്താണെന്ന് അവർക്ക് തന്നെ നിശ്ചയമില്ല. അവളുടെ എല്ലാ രോഗവും ഞാൻ മാറ്റുന്നുണ്ട് പ്രതിഭേ. 2 ദിവസമായിട്ട് എന്തോ ഒരു മൂഡ് ഔട്ടില്ല. ഇനി നമുക്ക് തെളിയാതിരുന്നാ മതി. ആ കൊടുക്കുന്നുണ്ട്. ഇപ്പൊ ഞാൻ എന്തെടുക്കാന്നറിയോ? ഒരു ഡോസ് മരുന്ന് കാപ്പിയിൽ ചേർത്തോണ്ടാ ഞാൻ സംസാരിക്കുന്നത്. എന്താ? ഓരോ ദിവസം ഓരോന്നില്ല കൊടുക്കുന്നത്. ജ്യൂസ്, പാല്. ഇന്ന് കാപ്പിയിലാവട്ടെ എന്ന് വിചാരിച്ചു. ഓരോ നുള്ളു മരുന്ന് പ്രയോഗിക്കും തോറും കുട്ടികൾ ഉണ്ടാവാനുള്ള വഴി അടയുകയാണല്ലോ എന്ന് ഓർക്കുന്നത് തന്നെ ഒരു മനസ്സുഖ. അതെ, ഞാനേ കയ്യോടെ ഈ കാപ്പി ഉണ്ടേന്ന് കൊടുക്കട്ടെ. ഭാര്യയും ഭർത്താവും കൂടി എങ്ങോട്ടെങ്കിലും പോയാലോ? ഞാൻ പിന്നെ വിളിക്കാം പ്രതിഭേ. ആ ഓക്കെ, വിളിക്കാം. മനസ്സിനെങ്ങനെ വെറുതെ അലയാൻ വിടാതെ മറ്റു കാര്യങ്ങളിൽ ഇൻവോൾവ് ആവണം. ബി പോസിറ്റീവ് അല്ലേ ബ്ലഡ് ഗ്രൂപ്പ്? ചിന്തകളിലും പ്രവൃത്തികളിലും നമ്മുടെ നിലപാടും അതായിരിക്കണം. ബി പോസിറ്റീവ്. ബി പോസിറ്റീവോ? ആർക്കാ ബി പോസിറ്റീവ് ബ്ലഡ് വേണ്ടത്? ഞാൻ കൊടുക്കായിരുന്നു. ആർക്കാ നന്ദനെ രക്തം കൊടുക്കേണ്ടത്? ഇനി വേണ്ട ചേച്ചി, നല്ല ബ്ലഡ് കിട്ടി. നല്ല ബ്ലഡോ? കേട്ടോ ഉദയേട്ടാ, എന്റെ രക്തം നല്ലതല്ലെന്ന്. നന്ദന അല്ലെങ്കിലും അങ്ങനെ പറയൂ. ദാ കാപ്പി കുടിക്കും. കാപ്പിയോ? ഈ സമയത്ത് കാപ്പി പതിവില്ലല്ലോ. അല്ല, ഇന്ന് പശുവിനെ കറന്നപ്പോ പാല് കൂടുതലുണ്ടായിരുന്നു. എന്നാ പിന്നെ ഇടയ്ക്കിടെ ഒരു കാപ്പി ആവാന്ന് വെച്ചു. ദാ, അല്ല, ഇതാ ഉദയേട്ടന്റെ ഗ്ലാസ്.
കുടിക്കടി, കുടിക്ക്. നിന്റെ പത്തി താഴാനുള്ള മരുന്നാ അകത്തി എന്നോണ്ടിരിക്കുന്നത്. നീ കുടിക്ക്. കൊള്ളാം, നല്ല വീട്. പുതിയ വീടാണ്. ആഹാ. ഞങ്ങളാ ആദ്യം ഇവിടെ താമസം തുടങ്ങിയത്. ആണോ? ആ. മോള് വൃത്തിയായിട്ട് സൂക്ഷിക്കുന്നുണ്ട്. അതാ ഞാൻ ശ്രദ്ധിച്ചത്. അക്കാര്യത്തിൽ എനിക്ക് നിർബന്ധോ. ഒരു പൊടിയോ അഴുക്കോ കിടക്കാൻ ഞാൻ സമ്മതിക്കില്ല. ശ്രുതിയാണെങ്കി നേരെ മറിച്ച എല്ലാം വലിച്ചു വാരി അങ്ങിടും. അതിന്റെ പേരിലേ എന്നും ഞങ്ങള് തമ്മിൽ വഴക്കായിരുന്നു. ആ, ശ്രുതി എന്ന് പറഞ്ഞതേ എന്റെ മോളാ. മനസ്സിലായി. ഇനിയിപ്പോ എന്റെ മോളെന്ന് പറഞ്ഞ അവള് സമ്മതിക്കില്ലായിരിക്കും. ആ ആന്റി വാ, ബാഗ് ആ മുറിയിൽ വെക്കാം. ഓ ശരി. ആ ചായ ഇടട്ടെ? വേണ്ട വേണ്ട, ഊണ് കഴിഞ്ഞിറങ്ങിയതല്ലേ ഉള്ളൂ. 4 മണിയാവട്ടെ. സുപ്രിയക്ക് ഇപ്പൊ ചായ വേണമെന്നുണ്ടോ? ഞാനിട്ട് തരാം. വേണ്ട ആന്റി. ഇവിടെ പൂജാമുറി ഇല്ലേ? ആ അങ്ങനെ ഒരു മുറി ഇതുവരെ സെറ്റ് ചെയ്തിട്ടില്ല. ദൈവങ്ങളുടെ ഫോട്ടോ വെച്ചിട്ട് അതിനു മുമ്പിൽ ഒരു വിളക്ക് കൊടുത്തു. സൗകര്യം പോലെ ഒരു പൂജാമുറി ഒരുക്കണം. ഒരു വീടാവുമ്പോ അത് ആവശ്യമാ. നാളെ കുഞ്ഞുങ്ങളാവുമ്പോ സന്ധ്യയ്ക്ക് എല്ലാവരും കൂടി ഇരുന്ന് ശകലം നാമം ജപിക്കുന്നത് ഒരു ഐശ്വര്യ. അതുകൊണ്ട് ഗുണമേ ഉണ്ടാവൂ. ആന്റി വലിയ ഭക്തിയാണെന്ന് തോന്നുന്നല്ലോ. അവസാനം വരുമ്പോ നമുക്ക് ഈശ്വരനെ കാണൂ കുഞ്ഞെ. അവിടുന്ന് കൈവിടുന്നു തോന്നുമ്പോഴാ പ്രശ്നമാവുന്നത്. എന്റെ പിടയന്നൂരമ്മേ. അതെ, ഭർത്താവിനെ വിളിച്ചു പറഞ്ഞാട്ടെ ഇങ്ങനൊരു അനാഥത്തള്ള വന്ന കാര്യം. അനാഥയോ? അതങ്ങ് മനസ്സിൽ വെച്ചാ മതി. ഹരിയെ ഞാൻ പിന്നെ വിളിച്ചോളാം. ആന്റി ഡ്രസ്സ് മാറുന്നെങ്കിൽ മാറ്. ഹരി, ഹലോ. ആ കേൾക്കുന്നില്ലേ? ഒരാവശ്യം പറഞ്ഞിട്ട് താൻ എവിടെയായിരുന്നു? ഇതുവരെ വീടെത്തിയില്ലേ? ദാ ഇപ്പൊ വന്ന് കേറിയതേ ഉള്ളൂ. ഞാൻ പറഞ്ഞില്ലേ കാറ് കേടായിന്ന്. മെക്കാനിക്ക് വന്നത് നന്നാക്കി കിട്ടാതെ എനിക്ക് ഇവിടേക്ക് വരാൻ പറ്റുമോ? എന്തായിരുന്നു കാറിന് പ്രോബ്ലം? ആ എന്തോ പ്രശ്നം. ശരിയായി കിട്ടി. ആ ഫയലിന്റെ കാര്യം നോക്കിയോ അതോ മറന്നോ? വന്ന ഇവിടെ നോക്കിയിട്ടാണ് വിളിക്കുന്നത്. അങ്ങനെ ഒരു ഫയൽ ഇവിടെ ഇല്ല. ഞാൻ ഷെൽഫിലും ടേബിളിലും ഒക്കെ നോക്കി. ഇല്ലേ? എവിടെയോ മിസ്പ്ലേസ് ആയതാണ്. ഹരി ഓഫീസിൽ നോക്ക്. ആ പിന്നെ ഫോൺ വെക്കല്ലേ, ഒരു വിശേഷമുണ്ട്. എനിക്ക് വഴിയിൽ ഒരു അമ്മയെ കിട്ടി. വഴിയിൽ നിന്ന് അമ്മയോ? ആ, ഒരു ആന്റി. ഞാൻ വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ആരുടെ കാര്യാ? എനിക്ക് മനസ്സിലായില്ല. വിശദമായ റിപ്പോർട്ട് ഞാൻ പിന്നെ തരാം. എനിക്കിവിടെ ഒറ്റയ്ക്ക് ബോറാ ഹരി. ഒരാളുണ്ടെങ്കിൽ അത്രയ്ക്ക് ആശ്വാസമാവില്ലേ? ആ സ്ത്രീ സ്ഥിരമായിട്ട് വീട്ടിൽ നിൽക്കാമെന്നാണോ? അതിപ്പോ അതൊന്നും ആലോചിച്ചില്ല. അവരാരാ? എന്താ അവരുടെ ബാക്ക്ഗ്രൗണ്ട്? ഇതൊക്കെ അന്വേഷിച്ചു താൻ? അങ്ങനെ ഇന്റർവ്യൂ ഒന്നും നടത്തിയില്ല. കണ്ടു, വിളിച്ചോണ്ട് വന്നു. സുപ്രിയ പത്രം വായിക്കാറില്ലേ? പോട്ടെ, TV കാണാറില്ലേ? ആരെയും വിശ്വസിക്കാൻ പറ്റാത്ത കാലമാണ്. വഴിയിൽ ആരെയോ കണ്ട് പരിചയപ്പെട്ടാലുടൻ വീട്ടിൽ കൊണ്ടുവന്ന് താമസിപ്പിക്കുകയാണോ ചെയ്യുന്നത്? വെറുതെ തലവേദനയാവും, ഞാൻ പറഞ്ഞേക്കാം. എന്താ ഹരി, മാവോയിസ്റ്റ് ഒന്നുമല്ല ആന്റി. ഒരാളെ കണ്ട കുറെയൊക്കെ മനസ്സിലാക്കാനുള്ള കഴിവ് എനിക്കുണ്ട്. ഒരു പാവം അമ്മ. അവരുടെ റെസ്പോൺസിബിലിറ്റീസ് ഞാൻ ഏറ്റെടുത്തോളാം. ഭർത്താവാണല്ലേ? ആ, ഞാനൊന്ന് സംസാരിച്ചോട്ടെ? ആന്റി,
ഹലോ ആ സാറേ